കുറേ നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നതാണ്. സോ നമുക്ക് എന്തായാലും ഫീൽ ചെയ്തു, ഫ്ലിപ്കാർട്ടെ ഫീൽ ചെയ്തു, നിർത്തിക്കോ. ഹലോ ഫ്രണ്ട്സ്, ആൻഡ് ബിഗ് റേഷൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ ഈ ഒരു ഇൻട്രോ പറയുന്നത് നമ്മൾ റോഡിൽ നടുക്കിരുന്നിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഇൻട്രോ പറയുന്നത്. അപ്പോൾ ആൻഡ് ബിഗ് റേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാനൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നാളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തൊരു പ്രൊഡക്റ്റാണ്. ഇപ്പോഴാണ് കയ്യിൽ കിട്ടിയപ്പോൾ നല്ലൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഞാനിനി അധികം കൂടുതലൊന്നും പറഞ്ഞ് വെറുപ്പിക്കണില്ല, നമുക്ക് നേരെ ഈ പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ കോളർ മൈക്ക്. കുറേ നാളായിട്ട് ഞാനിങ്ങനെ കാത്തിരുന്ന് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ് കേട്ടോ കോളർ മൈക്ക്. നമ്മളൊരു പുതിയ യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ അധികം വിലയുടെ സാധനമൊന്നുമല്ല, ഒരു അത്യാവശ്യം റേറ്റിലുള്ള ഒരു സാധനമാണ് ഞാൻ പറയുന്നത്. പ്രൊഡക്റ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിപ്പോൾ അൺബോക്സ് ചെയ്യണത് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അൺബോക്സ് ചെയ്യാൻ ഞാൻ മുമ്പ് ഇത് പൊട്ടിച്ചിട്ടേ ഇല്ല. നമുക്ക് എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. കാരണം നമ്മൾ കാത്തിരുന്നൊരു സംഭവമല്ലേ, കുറേ നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നതാണ്. സോ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം. ആഹാ, ഉള്ളിൽ ക്യാരിങ് കേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല സെറ്റപ്പിലാണ് കിട്ടാനുള്ളത് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ക്യാരിങ് കേസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്യാരിങ് കേസാണ് കൊടുത്തത്, നല്ല റൗണ്ട് ഷേപ്പിൽ. ഇപ്പോൾ തുറക്കുമ്പോൾ നമ്മുടെ അതേ മൈക്ക് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വേറെ കവറിലാക്കിയിട്ടാണ് മൈക്ക്. ആ ഇതിൻ്റെ ഉള്ളിൽ പോക്കറ്റ് കേസ് ഉണ്ട് ചെറുത്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ ക്ലിപ്പ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലാണ്. സോ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ബോക്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ മൈക്കൊന്ന് എടുത്ത് നോക്കാം ഇനി ഫ്രണ്ട്സ്. അപ്പം മൈക്കിന് നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊള്ളാം, കേസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്തപ്പോഴേ ഒരു 6 മീറ്ററിൻ്റെ വയറാണ് ഞാൻ അതിൽ കണ്ടത്. പക്ഷേ കിട്ടിയപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് തോന്നണു ഇതിൻ്റെ ലെങ്ത്ത് 1 മീറ്ററാണ് ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നണത്. അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, സാധനം വന്നൂലോ, നമുക്ക് എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇത് 1 മീറ്റർ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ നീളം. ഒരു കാര്യം, ഇതിൽ വരുന്നത് 3.5-ൻ്റെ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, നമ്മുടെ ക്യാമറ ഒക്കെ നമുക്ക് പിൻ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യണം അല്ലേ. നമ്മുടെ ഫോണിലൊന്ന് കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം സംഭവം എങ്ങനെയുണ്ട്. സൗണ്ട് ക്വാളിറ്റി, ബാസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കണക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ സ്പോഞ്ച് മൈക്ക് ഹെഡ് അത്യാവശ്യം വലിപ്പമുണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇതിന് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് സൗണ്ട് ക്യാൻസലേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു മൈക്ക് വെച്ച് പറ്റും. ഇപ്പോൾ ഞാനിത് വാങ്ങിച്ചത് നിങ്ങൾക്ക് അറിയാമല്ലോ, വീടിൻ്റെ അടുത്ത്. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ചീവിടിൻ്റെയും കാര്യങ്ങളൊക്കെ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചത്. അപ്പോൾ സൗണ്ട് ക്യാൻസലേഷനൊക്കെ ഇതിന് നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ റെഡിയാണ് സംഭവം കണക്ട് ചെയ്യാനായിട്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ഫോണിൽ തന്നെ നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം. നിങ്ങൾ പറയണത് കേൾക്കണത് മൈക്കി കൂടെയാണ്, സത്യം കേൾക്കാൻ പറ്റുന്നില്ല. അത്യാവശ്യം ഒരു ഡിസ്റ്റൻസ് അവിടെ ഇത്രയ്ക്കും ഒരു ഡിസ്റ്റൻസ് ഞാൻ വേണമെങ്കിൽ മേക്കിങ്ങിൽ ഞാൻ ഡിസ്റ്റൻസ് ഞങ്ങൾ കിട്ടി ഈ ഒരു ഡിസ്റ്റൻസ്. പിന്നെ സൗണ്ട് ക്വാളിറ്റി ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ ഇട്ട് നോക്കട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എന്തായാലും സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്ത് ഞാൻ ഈ ഫോണിലൊന്ന് കേട്ട് നോക്കട്ടെ. വിട്ട് കേൾക്കണല്ലോ. ഇതെന്തിട്ട് സാധനം, അത് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇത് പറ്റില്ല കേട്ടാ. നമ്മൾ ഇത്ര നേരം കാശ് കൊടുത്തിട്ട് ഇത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് സാധനം വരുത്തിയിട്ടുണ്ടല്ലോ. നമ്മൾ പറയണത് വേറെ, ആക്ഷൻ വേറെ, എല്ലാം വേറെ വഴിക്കോടെ പോണേ. ശരിയല്ല, കട്ട് ചെയ്തോ, നിർത്തിക്കോ. ഫീൽ ചെയ്തു ഫ്ലിപ്കാർട്ടെ, ഫീൽ ചെയ്തു, നിർത്തിക്കോ. പാവം, അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. ഫ്ലിപ്കാർട്ട് ശരിക്കും ചതിച്ചു നമ്മളെ. ഞാൻ ഈ സാധനം വെയിറ്റ് ചെയ്തിരിക്കണത് എത്ര നാളായെന്നറിയോ, ഒരു 2 ആഴ്ചയായി ഞാൻ ഈ സാധനം ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണേ. അതിൻ്റെ ഇടയിൽ ഈ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്കായി. എന്നിട്ട് ഞാൻ ഒരു വൈകുന്നേരം എടുത്ത് നോക്കിയപ്പോൾ ഹറിയപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സ്റ്റോക്ക് ബാക്കിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ അപ്പം ഞാൻ ബുക്ക് ചെയ്ത് സാധനം വരുത്തിയതാണ്.
കാര്യം ഇതിന് ഞാൻ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. കാര്യം ഇതിനൊരു 197 രൂപയേ ഉള്ളൂ. എന്നിട്ടൊക്കെ പറഞ്ഞാലും സംഭവം ഉപയോഗിക്കാറെങ്കിൽ പിന്നെ 199 രൂപ പിന്നെ വെറുതെ കൊടുക്കുക. ഇപ്പൊ സൗണ്ട് ക്യാൻസലേഷനൊക്കെ ഇതിന് നന്നായിട്ടുണ്ട്. കുറെ നാളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തൊരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പോഴാണ് കയ്യിൽ കിട്ടിയത്. കിട്ടിയപ്പോൾ നല്ലൊരു സന്തോഷമുണ്ട്. സാധനം വാങ്ങിച്ചിട്ടേ ഒരു ദിവസം ഒരു വീഡിയോ ഞാൻ ഈ സാധനം ചെയ്തിട്ടില്ല, അറിയോ? ഇപ്പൊ ഞാൻ അൺബോക്സ് ചെയ്തതന്നെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാ. എന്ത് ചെയ്യാനാ, യോഗമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സാധനം എന്തായാലും ഞാൻ റിട്ടേൺ കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്കൊരു നഷ്ടം എന്ന് പറയണത് ഈ സാധനം വാങ്ങിച്ചപ്പോൾ ഞാൻ ഡെലിവറി ചാർജ് കൊടുത്തിരുന്നു. അപ്പം അതിൻ്റെ ഒരു 50 രൂപ അത് പോകും. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇപ്പം ഇത് കുറെ ചേട്ടന്മാരെ അങ്ങോട്ട് കണക്ക് പോകുന്നുണ്ട്, വണ്ടിയും പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിലൊക്കെ ഇരുന്നാണ് സംസാരിക്കുന്നത്. പിന്നെ ഈ കാറ്റൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു മൈക്ക് വാങ്ങിച്ചത് തന്നെ. വോയിസ് ക്യാൻസലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ മൈക്ക് വാങ്ങിച്ചത്. ഇപ്പം വാങ്ങിച്ചപ്പോൾ അവസ്ഥ ഇതാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ സംഭവം പോയി വാങ്ങരുത്. ഞാൻ സ്വയം എന്നൊക്കെ കണ്ടപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കമ്പനിക്ക് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സാധനം പോയി വാങ്ങിച്ചത്, അതായത് ബുക്ക് ചെയ്തത്. ഇപ്പം എൻ്റെ ഞാൻ ആ സംഭവം ഇതിലൊക്കെ ചെന്ന് അവസാനിച്ചു. ഒരു ദിവസം പോലും യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു ദിവസം പോലും സാഡ് BGM ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എൻ്റെ കൂട്ടുകാരനുണ്ട്, അവനൊരു യൂട്യൂബ് ചാനലുണ്ട്. അവനിതുപോലെ തന്നെ സോയത്തിൻ്റെ അല്ല കേട്ടോ, വേറൊരു മൈക്കാണ് അവൻ വാങ്ങിച്ചത്. അതായത് നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് വരുന്ന സ്റ്റാർട്ടിങ്ങിൽ വരുന്നൊരു മൈക്കില്ലേ, അതിൽ നിന്ന് 150 രൂപയുടെ കണ്ടൊരു മൈക്ക് അവൻ വാങ്ങിച്ചു. അവൻ അങ്ങനത്തെ മൈക്ക് 2 എണ്ണം വാങ്ങിച്ചു. ആദ്യത്തെ വാങ്ങിച്ചു, അതിൽ ടീ എന്ന് പറഞ്ഞിട്ടൊരു മൂളക്കം മൈക്ക് വാങ്ങിച്ചപ്പോൾ. പിന്നെ അവൻ വീണ്ടും വാങ്ങിച്ചു, അതിലും ചെറിയൊരു കംപ്ലൈൻറ്റ് ഇടായിട്ട് അവൻ 2ഉം തിരിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾ മൈക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ, ഒരു സെക്കൻഡ് വണ്ടി പോകണ കാരണമാണ് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. നിങ്ങൾ മൈക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ അത്യാവശ്യം വില കൂടിയത്, അത്യാവശ്യം വില എന്ന് വെച്ചാൽ ഒരു 500 രൂപയുടെ മുകളിൽ ആ ഒരു റേഞ്ചിലുള്ളത് വാങ്ങിച്ചാലാണ് നിങ്ങൾക്ക് കുറച്ച് നാളെങ്കിലും അത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. മൈക്ക് എന്ന് പറഞ്ഞാൽ അതിന് പെടപെടാന്ന് പറഞ്ഞിട്ട് അതിന് കുറേ മിസ്റ്റേക്ക്, അതായത് മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഡാമേജ് ആവും, പെട്ടെന്ന് ഡാമേജ് ആവുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ നമ്മൾ വയറിനൊക്കെ എന്തെങ്കിലും പറ്റിയ പെട്ടെന്ന് ഡാമേജ് ആവും. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം വില കൂടിയ സാധനം വാങ്ങാം. അപ്പോൾ എനിക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയ്ക്കൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ പ്രതിഷേധം ഞാൻ അറിയിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലത്തെ മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ മൈക്കില്ലാത്ത മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ. വിട്ട് കേൾക്കണം ഫ്രണ്ട്സ്. നമ്മള് വാങ്ങിച്ച മൈക്ക് ഫ്ലിപ്കാർട്ടുകാർ ചതിച്ചു നമ്മളെ. കഷ്ടപ്പെട്ട് വാങ്ങിച്ച മൈക്കാണ്.